ഒരു സ്ട്രോങ് കൽപ്പനയായിട്ടാണ് വരുന്നത്. എനിവേ, അപ്പം മലയാളത്തിലും ഇത് വായിച്ചു. ഓക്കെ, കുറേ മിസ്കൺസെപ്ഷൻ വരാവുന്ന സ്ഥലമുണ്ട് പ്രവൃത്തി വർക്കും തമ്മിൽ. പഴയ നിയമകാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വീഴ്ത്തപ്പെട്ട മനുഷ്യൻ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവന് നീതിമാൻ എന്ന പേര് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നീതിമാനായി തീരുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതിമാനാവാൻ ദൈവം അവസരം തരും. ഇനി നീതിമാനായതുകൊണ്ടാണ് നമുക്ക് പ്രവൃത്തി വേണ്ടത്. മനസ്സിലായി? ഇതാണ് പൗലോസും യാക്കോബും പറയുന്നത്. മനസ്സിലായി? പൗലോസ് പഴയ യഹൂദന്മാരോട് പറയുന്നത് പ്രവൃത്തി വേണ്ട, നിങ്ങൾക്ക് വിശ്വസിക്കാം, നീതിമാനാകാൻ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീതിമാനാകാൻ കിട്ടും. അത് കഴിഞ്ഞ് യാക്കോബ് പറയുന്നത് നിങ്ങൾ നീതിമാനായതുകൊണ്ടാണ് നിങ്ങളുടെ ഇത് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടി, റൈറ്റ്? ആ ജോലി കിട്ടാൻ നമുക്ക് ഇത് വേണം, ക്വാളിഫിക്കേഷൻ വേണം, പ്രയർ എക്സ്പീരിയൻസ് വേണം, ഇല്ലെങ്കിൽ ആരിനും ജോലി തരുമോ? ഇല്ല. വൺസ് നമ്മൾ ആരെങ്കിലും റെക്കമെൻഡേഷനാൽ ആ ജോലി കയറിയാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ആ ജോലി കീപ്പ് ചെയ്യാൻ നോക്കണം, റൈറ്റ്? നമുക്ക് ആ ജോലി കീപ്പ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ജോലി പോകും. അതേപോലുള്ള ഒരു സിമ്പിൾ ഇതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതേ ഉള്ളൂ. അതിനോട് പൂർണ്ണമായി എത്രമാത്രം ഇതാണെന്ന് അറിയത്തില്ല. ഒത്തിരി ലിറ്ററലി അങ്ങ് എടുക്കരുത്. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ് മിസ്കൺസെപ്ഷൻ ഒത്തിരി വരാൻ ചാൻസ്. വിശുദ്ധിയും വേർപാടും ഒക്കെ പറയുന്നത് സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അത് ഓവർ ദ ടൈം നമ്മുടെ ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഒത്തിരിയും യൂട്യൂബിൻ്റെ അകത്തോട്ട് ഒത്തിരി ചാനലുകളും ആൾക്കാരൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങ് വല്ലാത്ത പരുവത്തിലാക്കി, മനുഷ്യൻ ദേഷ്യപ്പെടുന്ന രീതിയാക്കി. ഇപ്പം നമ്മുടെ സഭകളിലൊന്നും ഇപ്പം അതൊന്നും പറയാൻ പറ്റാത്ത രീതിയായിപ്പോയി. കാരണം അതേപോലുള്ള രീതിയിൽ അങ്ങ് കുഴച്ച് മറിഞ്ഞ് അങ്ങ് വല്ലാതാക്കി കളഞ്ഞു. പക്ഷേ ഇതൊരു സിമ്പിൾ കാര്യമാണ്. കഴിഞ്ഞ EKG പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പം ഒരു വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്നാൽ പോലും അവർക്ക് ചില ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ നടത്തിക്കൊണ്ട് പോകുന്ന ദൈവദാസൻ്റെ അതിൻ്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ. അതുകൊണ്ട് മിക്ക ആൾക്കാരും പറയാതിരിക്കാൻ നോക്കും. അവരുടെ സ്റ്റോറി, അബ്രാമിൻ്റെ സ്റ്റോറിയും ദാവീദിൻ്റെ സ്റ്റോറിയും അങ്ങനെയുള്ള സ്റ്റോറി തന്നെ നിൽക്കും. അല്ലെ ഒരു എൻകറേജ്